നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായൊരു വീട് നമ്മുടെ വലിയൊരു സ്വപ്നമാണല്ലേ. അത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയും ചെയ്യും. അതിനുവേണ്ടി ഒരുപാട് കാശ് മുതലാക്കും. എസ്പെഷ്യലി നമ്മളൊരു വാടക വീട്ടിലൊക്കെ ആണെങ്കിൽ പറയും വേണ്ട, ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുന്നത്. അങ്ങനെ കിളിക്കൂട്ടിൽ നിന്ന് സുദർശനത്തിലോട്ട് വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരുന്നു, ശ്രീ ഇത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണേ ഒറ്റയ്ക്കെന്ന്. പിന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. നമ്മുടെ വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കാൻ പോകല്ലേ, ഇതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. വീടൊക്കെ ഒന്ന് ഓടിച്ചാടി നടന്ന് അടിച്ചു വാരി തുടച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സിറ്റ് ഔട്ടുമ്പോൾ നിന്നാണ് തുടങ്ങുന്നത്. കുറച്ച് രണ്ട് പ്ലാന്റിൻ്റെ സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട്. അതുമത്തെ കരിയിലകളൊക്കെ കളഞ്ഞ് എന്താ പറയുക വൃത്തിയാക്കി ഇടലൊക്കെയായിരുന്നു ആദ്യത്തെ ചടങ്ങ്. പിന്നെ രണ്ട് വലിയ ഗമട്ടൻ കസാരയുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല കേട്ടോ. പിന്നെ താഴത്തെ ഫ്ലോർ എന്നും നമ്മൾ അടിച്ചു വാരി തുടയ്ക്കും. അത് കാരണം കൊണ്ട് എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. പിന്നെ ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു ചേച്ചി വന്ന് വൃത്തിയാക്കി തരാറുണ്ട്. നമ്മളിവിടെ 700 to 800 രൂപ വരെയാണ് പെർ ഡേ നമ്മളൊരു ചേച്ചി വീട് ക്ലീൻ ചെയ്യാൻ വന്നാൽ കൊടുക്കേണ്ടത്. അത് കാരണം കൊണ്ട് നമുക്ക് എന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമാണ് ആ ചേച്ചി വരുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ അടിച്ചു വാരി തുടച്ചിടും. ബാക്കി ഫുള്ള് വീട് ആ ചേച്ചി ക്ലീൻ ആക്കിയിടും. ഇന്ന് ബാത്റൂമൊന്നും ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. 4 ബാത്റൂം ഉണ്ട് നമ്മുടെ വീട്ടിൽ. അതൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വ്ളോഗിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. അവിടെ നമ്മൾക്ക് മെറ്റൽ വിരിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള അഴുക്കും പൊടികളും ചപ്പും ചവറും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ചെറിയൊരു ഗ്രീൻ നമ്മുടെ ഗ്രാസ് വിരിച്ചിട്ടുള്ള ഒരു ഏരിയയും കൂടി ഉണ്ട്. വീടിൻ്റെ നേരെ മുകളിലായിട്ട് ഇതുപോലെ ഒരു റോഡുണ്ട്, പിന്നിലായിട്ട് ഒരു കാടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നമുക്ക് ഇനി പതുക്കെ നമ്മുടെ ക്ലീനിങ് സെക്ഷൻ തുടങ്ങാം കേട്ടോ. ഒരു വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വീട്ടിലത്തെ ഒരു വീട്ടമ്മരെ മാത്രം കടമയല്ല കേട്ടോ. ആ വീട്ടിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണ് എന്താ പറയുക വീട് എത്ര ഭംഗിയുണ്ട് എന്നുള്ളതിന് റെസ്പോൺസിബിൾ അവരും കൂടിയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ നല്ല ഭംഗിയിൽ വൃത്തിയാക്കി ഇട്ടിട്ട് എന്താ പറയുക വലിച്ചു വാരി ഇട്ടിട്ട് അലങ്കോലമാക്കി ഇടുന്നതൊക്കെ മറ്റുള്ളവരാകുമ്പോൾ അതിൻ്റെ പഴി കഴിക്കുന്നത് നമ്മളും ചെയ്യുന്നത് അവരും ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മക്കളായാലും ഭർത്താക്കന്മാരായാലും അമ്മയായാലും അച്ഛനായാലും വീട് നല്ല ഭംഗിയിൽ കിടക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് കയറി വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയ്ക്കാണ്. ഇവിടെയാണ് നമ്മുടെ TV വെച്ചിരിക്കുന്ന ഏരിയ. നമ്മുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിറയെ ജനലകളുണ്ട്. നിറയെ ജനലകളാണ്. ഞാനത് ആർക്കിടെക്റ്റ് ആനിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ആനി എനിക്ക് എവിടെ ഇരുന്നാലും ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ മൊത്തം പ്രകൃതി കാണണം, ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ലൈറ്റ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ആർഭാടമായി തന്നെ എനിക്ക് ജനലകൾ വെച്ച് തന്നു. അങ്ങനെ പിന്നെ നമുക്ക് 2 സോഫകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ വീടിൻ്റെ. നമ്മൾ ഹോം ടൂർ കഴിഞ്ഞപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീട് കാണുന്നുണ്ടാവുക ഈ വീഡിയോയിലായിരിക്കും. ഇത് ഒരു ആഷ് കളറിലുള്ള വെൽവെറ്റിൻ്റെ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുള്ള ഇതാണ് കേട്ടോ നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. സോഫയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫാൻസി ലൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ലൈറ്റിൽ നമ്മൾ കുറച്ച് എനിക്ക് ഇവിടുന്ന് പ്രസൻറ്റ് കിട്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യന് പൊടി ഭയങ്കര അലർജിയാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നും എത്ര വൈകിയാലും രാത്രി ആയാലും ഇതൊന്ന് വാക്വം ചെയ്തിടും. കാരണം ഇതിലാണ് കൂടുതലും അഴുക്ക് പിടിക്കുന്നതും ഇതിൽ നിന്നാണ് ഭാഗ്യന് കൂടുതൽ അലർജി വരുന്നതും. പിന്നെ മാത്രമല്ല ഒരു ദിവസത്തിൻ്റെ വീട്ടിൽ ഒരു മണിക്കൂർ ആളുണ്ടെങ്കിൽ ആ 3/4 മണിക്കൂർ ആൾ ചിലവഴിക്കുന്നത് അവിടെയാണ് കേട്ടോ. പിന്നെ എന്നും നമ്മൾ ഇതുപോലെ മാറ്റിയിട്ടിട്ട് വൃത്തിയാക്കണ പരിപാടിയൊന്നുമില്ല. അത് ആഴ്ചയിൽ ഒരിക്കലോ ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴോ ചിലപ്പോൾ ശാന്തമ്മ വരുന്ന ദിവസങ്ങളിലോ ആണ് അങ്ങനെ ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കല്ലേ, കണ്ടന്റ് ഇത്തിരി ഡീറ്റെയിൽഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നീക്കിയിട്ട് അടിച്ചു വാരിയതാണ് കേട്ടോ. 3 വലിയ കുഷ്യനും 3 ചെറിയ കുഷ്യനാണ് ഉള്ളത്. ഈ കുഷ്യൻ്റെ കളറൊക്കെ മങ്ങി തുടങ്ങി. കുറേ ദിവസമായി ഇതിന് വേണ്ടിയിട്ട് ഒരു ഫാബ്രിക് മേടിച്ചിട്ട്. പക്ഷേ ഇതുവരെയായിട്ട് അമ്പലൂർ വരെ പോകാനോ അത് അടിച്ചെടുക്കാനോ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് മാറ്റിയിട്ടിട്ട് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുത്തു. 2 ഇവിടെ ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് എത്ര ആൾക്കാർ വന്നാലും നമുക്ക് ഇരിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട്. ഇത് മാത്രമല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് വേറൊരു സ്പേസും കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീട് പുതിയതായിട്ട് വെക്കാൻ പോകുന്നവർക്കാവുമ്പോൾ ഒരു ഐഡിയ കൂടിയാവും, ഒരു ചെറിയൊരു ടിപ്പും കൂടി ആവും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക അക്കോമഡേഷനും കിട്ടും. മാത്രമല്ല ചിലവ് കുറച്ച് നമുക്ക് സോഫയുടെ ചിലവൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും കേട്ടോ.
കജാരിയുടെ ഒരു ടൈലാണ് താഴെ നമ്മൾ വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇവിടെ. ഏതിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പം ഞാൻ മറന്നുപോയി കേട്ടോ. 1.5 വർഷമാവാറായില്ലേ. പിന്നെ അതിൻ്റെ നേരെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്, ഒരു സ്പേസാണ് ഈ ഒരു സോഫ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് അതേ ഒരു സോഫയുടെ തന്നെയാണ് കേട്ടോ. സോഫയൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൈലിന് വേണ്ടിയിട്ടുള്ള അതേ കളറുകൾ, പിന്നെ നമ്മുടെ ആനിയുടെയും അതുപോലെ തന്നെ കൺസ്ട്രക്ടറായിട്ടുള്ള വിപിൻ ചേട്ടൻ്റെയും ഒക്കെ ഒപ്പീനിയൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭാഗ്യനാണ് ഇതിനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ആൾ കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ പല കാര്യങ്ങളും വേണ്ട, പല എൻ്റെതായ അഭിപ്രായങ്ങൾ നമ്മളവിടെ ജീവിച്ചപ്പോഴാണ് നമുക്ക് വരുന്നത്. ഇങ്ങനെ വേണമായിരുന്നു, അങ്ങനെ വേണമായിരുന്നു എന്നൊക്കെ തോന്നലൊക്കെ വരുന്നത്. ഇതൊന്നല്ല കേട്ടോ, വേറെ കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ആനി എനിക്ക് സ്പെഷ്യലായിട്ട് ആൾ പിൻട്രസ്റ്റിൽ നിന്ന് അയച്ചെന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മളതുപോലെ തന്നെ ഇവിടെ വരന്തരപ്പള്ളിയിലുള്ള ഒരു ചേട്ടൻ, വരന്തരപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, നമ്മുടെ അവിടെയുള്ള ചേട്ടനാണ് ഇതൊക്കെ ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. ഇതാണിടാ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ജനലയുടെ കാര്യം എടുത്ത് പറയട്ടെ. നമുക്ക് ഇവിടെയുള്ള ജനല എന്ന് പറയുന്നത് രണ്ട് പാളി, അത് അടിയിൽ വേറെ പാളികൾ വരുന്ന ജനലയാണ്. അത് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തരും. മുകളിൽ ഒരു പാളി, അടിയിൽ വേറെ ഒരു കുഞ്ഞേ പാളി, അങ്ങനെയായിട്ടുള്ള 3 പോർഷൻ വരുന്നുണ്ട്. പിന്നെ വലിയൊരു ജനൽ വരുന്നുണ്ട്, അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ വാക്വം ചെയ്തും വൃത്തിയാക്കി ഇടണം. കാരണം ഇവിടെ ഇരുന്നിട്ടാണ് കൂടുതലും സമയം ശ്രീകുട്ടൻ സ്പെൻഡ് ചെയ്യുന്നതും ഭാഗ്യം സ്പെൻഡ് ചെയ്യുന്നതും. അപ്പോൾ ഞാനിങ്ങനെ ടി വി കാണാതിരിക്കൽ വളരെ കുറവാണ് കേട്ടോ. എനിക്ക് ടി വി ഓണാക്കാൻ കൂടി അറിഞ്ഞൂടാ. നമ്മുടെ വീട്ടിലത്തെ ടി വി നിങ്ങൾ ആരെങ്കിലും കേട്ടാൽ ചിരിക്കൂലേ. ഞാൻ ശ്രീകുട്ടനെ വിളിക്കുക ചെയ്യുക, അഥവാ എന്തെങ്കിലും കാര്യത്തിന് ഓണാക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും പോലും ടി വി കാണാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് മിഠായി കഴിക്കുന്നതിൻ്റെ കവറുകളും, അല്ലെങ്കിൽ അത് കൊണ്ട് ആൾ വേസ്റ്റിലിടും. പക്ഷേ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫാനും കൂടി ഇടുമ്പോൾ പറന്ന് അടിയിലേക്കൊക്കെ പോകുമല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വൃത്തിയാക്കി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അവിടെ അപ്പുറത്തിരിക്കുന്ന ഒരു പോട്ടുണ്ടല്ലോ, അത് ശ്രീകുട്ടൻ്റെ ഫ്രണ്ട് ഉണ്ണിക്കുട്ടൻ ശ്രീകുട്ടന് കൊടുത്തത്. അപ്പോൾ ആൾക്ക് കൊടുത്ത സാധനങ്ങളൊക്കെ ആൾ ഈ ഒരു സ്ഥലത്ത് തന്നെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ 5 പാളി ജനല എന്ന് പറയുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കർട്ടൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള ഓമ്ര ഗ്രൂപ്പാണ് കേട്ടോ. ഗുരുവായൂരുള്ളവരൊക്കെയാണ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ നമുക്ക് തുണിയുടെ കർട്ടൻ ഇടാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തുണിയുടെ കർട്ടൻ എവിടെയെങ്കിലും വേണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ തുണിയുടെ കർട്ടൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നേരെ നോക്കിയാൽ കാട് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചെറിയൊരു ടെക്നിക്കടാ. നമ്മൾ വീട് പണിയുന്ന നേരത്തെ തന്നെ ഇവിടെ നമ്മൾ ഒരു വാർപ്പിൻ്റെ ഒരു സംഭവം കൊടുത്തായിരുന്നു. ഒരു സോഫ പോലെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് കൊടുത്തായിരുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ കുഷ്യൻസ് ഇതുപോലെ ഇട്ടതാണ് കേട്ടോ. അത് വേറെ കളറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, മഞ്ഞയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ തലോണകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ തലോണകൾ വെക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടെന്ന് വെച്ചാൽ നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്യാണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്താൽ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതുമ്പോൾ പൊടി പിടിക്കാണ്ടൊക്കെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വാക്യൂം ക്ലീനർ ഒരു സഹായിയെ പോലെ നമ്മുടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇതുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് മാറ്റി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ മിക്കതും 2-3 ദിവസം കൂടുമ്പോൾ ഇതിനെ തട്ടി കുടഞ്ഞ് വിരിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്താൽ കുറേ സാധനങ്ങൾ, ചെരുപ്പൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാം. പക്ഷെ നമ്മളത് ഇരുന്ന് കാലാട്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നത്. എനിക്കറിഞ്ഞത് എന്താണ് അത് ഓപ്പൺ ആയിട്ട് ഇരിക്കണമെന്ന്. അപ്പോൾ അവിടെ വന്നിരുന്ന കുറേ ആൾക്കാർക്ക് അവിടെ ഇരിക്കാം. അതുമ്പോൾ നമ്മളിതുപോലെ 2 കുഷ്യൻസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ കുഷ്യൻസ് അടിച്ചു തന്നത് നമുക്ക് ആമ്പലൂരുള്ള ഒരു ചേട്ടനാണ്. ഇതുപോലെ ഉണ്ടത്തലോണ എന്ന് പറയും ഞാൻ അതിനെ. അത് 2-3 അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കവറൊക്കെ എനിക്ക് ചേച്ചി അടിച്ചു തന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതുമ്പോൾ നമ്മൾ നല്ല പൂവിൻ്റെ 2 മീഷോന്ന് മേടിച്ച 2 സംഭവം ഉണ്ടല്ലോ അവിടെ, പില്ലോ, അതും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വെൽവെറ്റിൻ്റെയാണ് ആ തുണി. അത് നമ്മൾ ചാക്കോളയെന്നാണ് എടുത്തിട്ടുള്ളത്. അതാണ് എനിക്ക് ഇവിടുത്തെ ഈ ഒരു ലിവിങ് സ്പേസിനെ കുറിച്ച് പറയാനുള്ളത്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന കുഷ്യൻ്റെ ഒരു കസാര ഉണ്ടല്ലോ, ആ കസാര നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്കതും നമുക്കിവിടെ കുറേ അധികം ഗസ്റ്റുകൾ വരാറുണ്ട്. അത് കാരണമാണ് ഇവിടെ ഇത്രയും സ്പേസിൽ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ടുപോയത്. ഇവിടെ കിടന്നാൽ നമുക്ക് നേരെ കാണുന്ന സ്പേസ് എന്ന് പറയുന്നത് ഈ കാടാണടാ. വാട്ട് എ റിലാക്സിങ് വ്യൂ അല്ലേ. വാക്വം ചെയ്യുന്നതിനേക്കാളും മുന്നേ എപ്പോഴും നമ്മൾ അടിച്ചിടാറുണ്ട് കേട്ടോ. പിന്നെ അടിയിൽ ഇങ്ങനെ ഒരു കാർപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ ഒരുവിധമൊക്കെ നമ്മൾ മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ഓൺലൈൻ വഴി മേടിക്കുന്ന സാധനങ്ങൾ. സതേട്ടനും പണിക്കാരുണ്ടായിരുന്നു പകലിത്. ഞാൻ ഉച്ചരിഞ്ഞിട്ടാണ് പരിപാടി ചെയ്യുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കാർപ്പറ്റിൽ നിന്ന്
എപ്പോഴും പൊടിയും വീഴും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ കുഞ്ഞു കുഞ്ഞു നൂലുകളില്ലേ അതും വീഴാറുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ വാക്വം ചെയ്തെടുക്കുക തന്നെയാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. അതൊന്നും ഒറിജിനൽ പ്ലാന്റ്സ് അല്ല. അത് നമ്മളൊരു പേസ്റ്റൽ കളറ് മണ്ണിൻ്റെ കുടം മേടിച്ചിട്ട് അതും ഒരു പേസ്റ്റൽ കളർ പെയിൻ്റ് അടിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ വലിയ വലിയ ചെടികൾ മേടിച്ച്, പ്രിൻസസ് പോലത്തെ ചെടികൾ മേടിച്ച് അതിൻ്റെ ഉള്ളിൽ കല്ലും മറ്റിലൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. മിനിമലായിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമലായിട്ട് പണിയെടുത്താൽ മതി, കുറച്ച് പണിയെടുത്താൽ മതി എന്നാണ് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയെന്നുണ്ടെങ്കിലും ചില സംഭവങ്ങൾ ചില സ്ഥലത്ത് വെച്ചാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്ന കാരണം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. ഈ ഇലയിൽ പൊടിയൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുടച്ചു കൊടുക്കാറുണ്ട്. ഇതുപോലെ സ്പ്രേ ഉള്ള ബോട്ടിൽസിലില്ലേ, സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽസ് നമ്മൾ വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ച് മറ്റെന്താ പറയുക സോഡാപ്പൊടിയും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ആക്കി നമ്മളൊന്ന് തുടച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ എല്ലാവരും വരുമ്പോൾ ഏറ്റവും അധികം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലം, നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ ഭംഗിയായില്ലേ? നമ്മൾ വൃത്തിയാക്കിയിട്ടപ്പോൾ വൃത്തിയാക്കിയിട്ടാൽ ഏത് സ്ഥലവും കാണാനും അത്യാവശ്യം ഭംഗിയാവും. ഇനി വൃത്തിയാക്കിയിട്ട് കഴിയുമ്പോൾ എനിക്ക് ഈ സ്മെല്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. എനിക്ക് നല്ല മണം എന്ന് പറഞ്ഞാൽ ഐ ആം സോ ഒബ്സസ്ഡ് വിത്ത് സ്മെൽ. എനിക്ക് നല്ല മണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതുപോലത്തെ ഒരു സാധനം. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. കുറേ നാൾ കാട്ടിലിട്ടിരുന്നിട്ട് ഞാൻ 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഞാനതിൽ പുൽത്തൈലാണ് ഒഴിക്കുക. എനിക്ക് നാച്ചുറൽ ആരോമയില്ലേ അതുകളോടാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. പുൽത്തൈലത്തിൻ്റെ, യൂക്കാലിയുടെ മണങ്ങൾ, വിക്സിൻ്റെ മണങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അല്ലാതെ എനിക്ക് വേറെ അങ്ങനെയുള്ള മണങ്ങളൊന്നും ഭയങ്കര ഇതാണ്. പുൽത്തൈലാണ് കൂടുതൽ ഒഴിക്കുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ഈ സംഭവം ഒഴിച്ച് ഇവിടെ ഇങ്ങനെ കുത്തിവെച്ച് ഏറ്റവും അടിയിൽ നമ്മുടെ ആ ഫാൻസി സ്റ്റാൻഡിൻ്റെ ഏറ്റവും അടിയിലത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അവന് വേണ്ടിയിട്ടാണ്. അവങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പുൽത്തൈലത്തിൻ്റെ മണവും അതുപോലെ തന്നെ ഒരു ചന്ദനത്തിരിയുടെ മണമൊക്കെയാണ് ഇവൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെയും നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ അടിയിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ നമ്മുടെ ലിങ്ക് ട്രീയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പരിപാടി. ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ ബാക്ക് സൈഡിൽ ചെയ്യാനുണ്ട്. നേരെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുന്നത് കേട്ടോ. കാരണം അവിടെ കുറച്ചധികം വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. ഇവിടെ ഭാഗ്യൻ്റെ കൃഷിയുടെ ഭാഗമായിട്ടാണ് ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചെടികൾ അതുപോലെ തന്നെ കുറച്ച് പടവലത്തിൻ്റെ വിത്തുകൾ ഒക്കെ ഇവിടെ മുളപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ട്രേയില്ലേ ഈ വിത്തുകൾ മുളയ്ക്കാൻ വേണ്ടി ഇടുന്ന ട്രേ അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മണിയും ടീമും, മണിയുടെ മകളും അവളും കൂടി ആകെ അലങ്കോലാക്കിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഈ വീട് പണിയുന്ന സമയത്ത് ഇവിടെ ഈ ടൈലല്ലായിരുന്നു, വേറൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ നമ്മുടെ ചെസ് ബോർഡ് പോലെയാണ് വന്നിരുന്നത്. പക്ഷെ അത് ആനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ആനി എന്നിട്ട് വിപിൻ ചേട്ടനെ കൊണ്ട് രണ്ടാമത് പൊളിപ്പിച്ച് ഇട്ടതാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ടൈൽ ഏരിയയും ഞാൻ ഏറ്റവും അധികം സ്പെൻഡ് ചെയ്യുന്ന ഏരിയയും ഇവിടെയാണ്. ഞാനിവിടെ കാലത്ത് എണീറ്റിട്ട് ഒരു 10 മിനിറ്റ് ആ ചവിട്ടുമ്പോൾ വന്നിരുന്ന് നേരെ നോക്കിയാൽ നമുക്ക് കാടാണ് കാണാം. ആ കാട്ടിൽ വന്നിട്ട് കാട് കണ്ട് ഞാനങ്ങനെ കുറച്ച് നേരം കാലത്തോടെ ഇരിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ടൈല് നമ്മൾ ഗ്രാനൈറ്റ് സൈഡിൽ കൊടുത്തിട്ട് ടൈല് 2-2 അതിൻ്റെ എത്ര 1-1 ടൈലാന്ന് തോന്നുന്നുണ്ട്. അതിട്ടിരിക്കാൻ തോന്നുന്നു കേട്ടോ. എനിക്ക് അളവുകളും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അന്നറിയായിരുന്നു. ഇന്ന് ചോദിച്ചാൽ ഒരു പിടുത്തവും ഇല്ല. ഇത് എവിടുന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ മനു ഗ്രാനൈറ്റ്സ്, അതുപോലെ തന്നെ കജാരിയ, പിന്നെ സെറാമിക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിപിൻ ചേട്ടനൊക്കെ കൂടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ചെടി ഏറ്റവും അധികം ഉള്ള ഒരു ഏരിയയും. ഇവിടെ നിന്നാണ് എന്താ പറയുക നിങ്ങൾ വീഡിയോയുടെ ഇൻട്രോ പലപ്പോഴും കാണാറുള്ളത്. ഇവിടെ നമുക്ക് വൃത്തിയാക്കിയിട്ട് കേട്ടോ. ഇതൊന്നൊരു നീണ്ടിട്ടുള്ളൊരു കോലായി എന്ന് പറയില്ലേ നമ്മൾ, നല്ല നീളത്തിലുള്ളൊരു വരാന്തയാന്ന് വേണമെങ്കിൽ പറയാം. ചെരുപ്പുകൾ ഒരു സൈഡിൽ നമ്മൾ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. പഴയ ഒരു ചെരുപ്പ് സ്റ്റാൻഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഉച്ച നേരത്തൊക്കെ വെയിൽ വരുന്ന കാരണമുണ്ട് അതിൻ്റെ പ്ലാസ്റ്റിക് ഇങ്ങനെ നുറുമിച്ച് പോവുക കാരണമുണ്ട് ഡീഗ്രേഡായി. അപ്പോൾ അത് കാരണമുണ്ട് നമ്മൾ ഇരുമ്പിൻ്റെ പഴയ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതും തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് കാണുന്നേക്കാൾ എനിക്കിഷ്ടം ബാക്ക് സൈഡ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ വീടിൻ്റെ നമ്മുടെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടിയിട്ട്. അതായത് കാട്ടിൽ നിന്ന് കാണാൻ ആരും ഇല്ല സൈഡൊന്നും, പക്ഷേ എനിക്ക് മനസ്സുകൊണ്ട് ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ചെറിയൊരു മഞ്ഞ വാം ലൈറ്റൊക്കെ കൊടുത്ത് ഫ്രണ്ടും ബാക്കും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ആനി അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ വലിയ എന്താ പറയുക ചവിട്ടിയൊക്കെ ഇട്ട് അതുപോലെ തന്നെ വലിയ ഇങ്ങനെ നീളത്തിലുള്ള സ്റ്റെപ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുമ്പോൾ ഞാൻ നമ്മുടെ പുല്ലിൻ്റെ കാർപ്പറ്റില്ലേ അതാണ് എപ്പോഴും ഇടാറുള്ളത്. ചെടികളൊക്കെ കുറച്ചും കൂടി അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ മുകളിലത്തെ ബാൽക്കണിയിൽ ഉണ്ടാകുന്ന ചെടികളൊക്കെ ഞാൻ താഴത്തേക്ക് ഇറക്കി. കാരണം അവിടേക്ക് എന്നും പോകാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ട്.
വയ്യാണ്ടൊക്കെ ആയപ്പോൾ. അപ്പോൾ നമ്മൾ ചെടികൾ താഴത്തിറക്കിയിട്ട് ഇപ്പോൾ ഇതിനൊക്കെ ഇനി ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കണം, പതുക്കെ പതുക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ചെടികൾ ഇവിടെ ഉള്ള കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഈ വശത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലത്തെ അൽക്കുലത്ത് പണികൾ എപ്പോഴും ഉണ്ടാവും. ഇതൊക്കെ വലിച്ചു വാരി നമ്മൾ പോകുന്നത് ഇനി അപ്സ്റ്റെയറിലേക്കാണ്. വേറെ നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ വേറെ റൂമുകളൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അപ്സ്റ്റെയർ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള നമ്മുടെ 2 റൂം ഓപ്പോസിറ്റ് ആയിട്ടാണ് റൂമുള്ളത് കേട്ടോ. കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എന്നറിയില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറിയ പലപ്പോഴും പുറത്തേക്കുള്ള വഴി എന്നോട് ചോദിച്ചിട്ടാണ് ഇറങ്ങി പോവാറ് കേട്ടോ. അതൊരു ട്രിക്കാണെന്ന് തോന്നുന്നു ഹാനി ചെയ്ത് വെച്ചത്, കാരണം കുറച്ച് കൺഫ്യൂഷൻ ആവും. നമുക്കില്ല, ന്യൂ പേഴ്സൺ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇതാണ് മുകളിലത്തെ നിലയിൽ നമ്മൾ കട്ടൻ കൊടുത്തിരിക്കുന്നത് വേറെ ഡിസൈനാണ് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 ബെഡ് എടുക്കുന്നുണ്ട്, അത് കാരണം കൊണ്ടാണ് ഇത്രയും ഹൈറ്റ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചേച്ചി വരുമ്പോൾ ഏട്ടച്ചനും വരുമ്പോൾ ഇവിടെയാണ് കിടക്കുക. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഒരു ബെഡ് എക്സ്ട്രാ, അവർ കുഞ്ഞൻ താഴെ കിടക്കും ബെഡ് താഴത്തേക്ക് എടുത്തിട്ട്. പിന്നെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ബെഡ്ഷീറ്റ് മേടിക്കുമ്പോഴേ നമുക്ക് ഇതുപോലത്തെ ഇലാസ്റ്റിക്കിൻ്റെ ബെഡ്ഷീറ്റ് മേടിച്ചാൽ വളരെ എളുപ്പമാണ് കേട്ടോ കാര്യം. ഇത് ബെഡ്മെന്ന് തെന്നി പോവെന്നുള്ള ഒരു ടെൻഷനും വേണ്ട, അവിടെ കിടന്നോളും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടന്നോളും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ മുകളിലത്തെ സ്റ്റെയർ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ അവിടേക്ക് പോക്കും വരവൊന്നും ഇല്ലാത്ത കാരണമുണ്ടേ. പിന്നെ എല്ലാ ബാത്റൂമും അറ്റാച്ച്ഡ് ആണ്, അത് ഞാൻ ഇതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ കഴുകും. പിന്നെ നമുക്ക് എല്ലായിടത്തും വേറൊരു ഡ്രസ്സിങ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് സ്റ്റോറേജ് സ്പേസ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു സ്പേസ് ആണ്. പിന്നെ നമ്മൾ ഒരു വോളിൽ വേറൊരു കളറാണ് കൊടുത്തിരിക്കണേ. അപ്പോൾ ഇതാണ് ചേച്ചിയും ചേട്ടനും വരുമ്പോൾ എടുക്കുന്ന ഒരു റൂം എന്ന് പറയുന്നത്. ഇവിടെയും ഒരുപാട് ജനലകളുണ്ട്. നമ്മളിപ്പോൾ ഞാൻ അടച്ചിട്ട് വരുന്ന ജനല കണ്ടില്ലേ, ആ ജനല ഒരൊറ്റ പാളിയാണ് കേട്ടോ. ഞാൻ പകൽ നിന്ന് ആ റൂമിൽ നിന്ന് ആ റൂമിൻ്റെ അപ്പുറത്തൊരു ബാൽക്കണിയാണ്. അപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ കാഴ്ചയാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. കണ്ട ആ റൂമിനോട് ചേർന്നൊരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ജനലില്ലേ, അതാണ് ഞാൻ പറഞ്ഞ ഒറ്റപ്പാളി എന്ന് പറയുന്നത്. അത് 4 പാളി ജനല വിത്ത് ഒരു എന്താ പറയുക, ഒരു വാതിലാണ് വന്നിരിക്കുന്നത്. അതിനോടും നേരെ ഓപ്പോസിറ്റ് അമ്മയും അച്ഛനും കിടക്കാറുള്ള റൂമാണ്. നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ മുകളിലോട്ട് പോകാനുള്ളൊരു ഏരിയ ആണ്. ആ 3 ജാലികൾ കാണുന്നുണ്ടോ, അതിൽ കൂടെ നല്ല സൂര്യപ്രകാശം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. മാത്രമല്ല ഒരു റൗണ്ട് പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു കോണി ഏറ്റവും മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അവിടെ ഞാൻ 1-2 മാസം കൂടുമ്പോഴാണ് വൃത്തിയാക്കിയിടാറുള്ളൂ. ഡംപിങ് ഏരിയ പോലൊരു സ്ഥലമാണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ ഹോം ടൂർ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ നമ്മുടെ നക്ഷത്ര ടെൻറ്റും ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇത് നമ്മൾ GIയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ GIയിൽ സിമെൻറ്റ് ബോർഡ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ടൈലിട്ട് വെക്കുകയാണ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. പക്ഷേ മുകളിൽ ഊഞ്ഞാൽ, അതുപോലെ തന്നെ എനിക്ക് തുണികൾ ഉണക്കാനായിട്ട് വലിയൊരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്നും അവിടേക്ക് പോവും, എന്നും പോയിട്ടാണ് വരാറ് തുണികൾ ഉണക്കാനിടുന്ന കാരണം കൊണ്ട്. ഇതാണ് അച്ഛനമ്മയും കിടക്കുന്ന റൂം കേട്ടോ. ഇവിടെ നമുക്ക് 2 വശത്തും ജനലുണ്ട്, അതുപോലെ തന്നെ ഒരു ബേ വിൻഡോ ഉണ്ട്. ഈ ബേ വിൻഡോ എന്ന് പറയുന്നത് അവിടെ ഇരുന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കാട് കാണാം, നല്ല വിശാലമായ നമ്മുടെ കാട് കാണാം. അതിങ്ങനെ കാലത്തൊക്കെ കണ്ട് കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് ഉണരുക എന്നുള്ളത് വലിയ സ്വപ്നമായിരുന്നു. ഞാൻ ഈ റൂമാണ് ആക്ച്വലി എൻ്റെ എഡിറ്റിംഗ് റൂമായിട്ട് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം. പിന്നെ ഭാഗ്യം പറഞ്ഞു മുകളിലേക്ക് പോവലും കാര്യങ്ങളൊന്നും നടക്കില്ല, അത് കാരണം മോൻ അടിയിലത്തെ റൂം തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ റൂം എനിക്ക് പക്ഷെ ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വേണമെങ്കിൽ സെറ്റാക്കാം, ഇനിയിപ്പോൾ കമ്പ്യൂട്ടറൊന്നും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരലൊന്നും നടക്കില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള പ്ലഗ് പോയിന്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ. എനിക്ക് ആ ബാവിൻ്റെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഈ ബാവിൻ്റെ അതേപോലെ തന്നെ നമുക്ക് താഴത്തും ഉണ്ട് കേട്ടോ. താഴത്തെ റൂമിൽ നമ്മൾ എഡിറ്റ് ചെയ്യാതിരിക്കുന്ന റൂമിലും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചു. ഇവിടെ ഒന്നും ഒരിക്കലും വൃത്തികേടാവാറില്ല. നമുക്ക് ഇവിടുത്തെ ബെഡ്ഷീറ്റ് ഐറ്റംസ് മാറേണ്ടി മാത്രമേ വരാറുള്ളൂ. പിന്നെ ആ ബാവിൻ്റെ അടിയിൽ കിടക്കുന്ന ആ സ്പഞ്ചില്ലേ, അത് നമ്മൾ താഴത്തെ ലിവിങ് ഏരിയയിൽ നേരത്തെ നമ്മൾ കിടന്ന് കാണിച്ചെന്നില്ലേ, നേരെ കാട് കാണുമെന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ, അതുപോലത്തെ ഒരു സ്പഞ്ച് തന്നെ നമ്മളിവിടെ, അതായത് ഒരു കുഷ്യൻ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ബെഡിൽ 2 ആൾക്ക് കിടന്നിട്ട് ഒരാൾക്ക് കിടക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. ഒരാൾക്ക് നല്ല രീതിയിൽ കിടക്കാം, വായിക്കാനിരിക്കാം. ഇപ്പോൾ പകൽ സമയങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ബുക്കൊക്കെ പിടിച്ച് കാട് കണ്ട് നല്ല
വെയിലൊന്നും കൊള്ളാതെ, അതായത് ബാൽക്കണിയിൽ ഇരിക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിലിരുന്ന് കാട് കാണാനുള്ള ഒരു സൗകര്യമാണ് ആ ബേ വിൻഡോ എന്ന് പറയുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ നമുക്കൊന്ന് മാറിയിടാം. ഞാൻ എല്ലായിടത്തും ഇലാസ്റ്റിക്കിൻ്റെ ബെഡ്ഷീറ്റ് തന്നെയാണ് അവിടെ മേടിക്കാറുള്ളത്. അത് മീഷോന്ന് മേടിക്കുമ്പോൾ വില കുറവാണ്. 10, 350, 400, 500 രൂപയൊക്കെ വരാറുള്ളൂ. 500 രൂപയൊക്കെ നല്ല ലക്ഷറി പ്രൊഡക്റ്റുകൾ കിട്ടാറുണ്ട് മീഷോയുടെ ഉള്ളിൽ നിന്ന്. നമുക്കൊരു 1-2 കൊല്ലം ഉപയോഗിച്ചാലും മുതലാവുന്ന രീതിയിൽ കേട്ടോ. ബെഡ്ഷീറ്റ് പെട്ടെന്ന് നമുക്ക് മടുക്കില്ലേ, എന്നും കാണുന്നതല്ലേ, എന്നും ഒരേ ഡ്രസ്സ് ഇടില്ലല്ലോ നമ്മൾ. അതുപോലെ തന്നെയാണ് ബെഡ്ഷീറ്റും, ഇടയ്ക്കിടയ്ക്ക് മാറണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതാണ് വൈകുന്നേരമായ കാരണം നിങ്ങൾക്ക് കാട് കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ചെടികളൊക്കെ വെച്ചിരുന്നത്. എപ്പോഴും മൂവാണ്ടമാവുമെന്നുള്ള ഇലകളൊക്കെ ഇവിടെ പൊഴിഞ്ഞ് വീഴും. വീട് മൊത്തത്തിലൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ അടുക്കളയുടെ മുകളിലുള്ള ഓപ്പൺ ടെറസാണ്. ഇത് പറഞ്ഞ് ഞാൻ കഴിയില്ല എക്സ്പ്ലെയിൻ ചെയ്ത്, അത്രയും കാര്യങ്ങളുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇവിടെ അന്ന് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ബെഞ്ചു പെയിൻ്റ് അടിച്ചൊക്കെ കൊണ്ടിട്ടില്ലേ, പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും ഇവിടെ. അപ്പോൾ ഇവിടെ വന്നിരിക്കാനും ഒക്കെ അടിപൊളിയാണ്. ജിഐയുടെ തന്നെയാണ് നമ്മൾ ആ കൈവരി വെച്ച് നോക്കുന്നത്. സേഫാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ കയറി നിന്നാലും കയറി നിൽക്കരുത്, പക്ഷേ അഥവാ കയറി നിന്നാലും ഇങ്ങനെ ഡേഞ്ചറസ് അല്ലാത്ത രീതിയിൽ നമ്മൾ അത്രയും ഹൈറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന കാലത്ത് കാട് കാണാനും അടിപൊളിയാണ്. കാട് കാണലാണല്ലോ നമ്മളിവിടെ വീട് വെച്ചതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഒരു എന്താ പറയുക, ശ്രീകുട്ടൻ്റെ സ്റ്റഡി ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭാഗ്യൻ പയറൊക്കെ പൊട്ടിച്ചുകൊണ്ടൊന്ന് ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എന്തോടൊക്കെ നമ്മൾ വൃത്തിയാക്കിയാലും നമ്മുടെ കൂടെയുള്ളവർ ഈ വക പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വൃത്തിയാക്കിയാലും വൃത്തികേടായിട്ട് കിടക്കും. അത് കൊണ്ടിടല് മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യണം. നല്ല കാര്യമാണ്, വിത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടിട്ടത്. പക്ഷെ അത് എടുത്തു വെക്കാനുള്ള മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക്. ഇപ്പോൾ പറയും ശ്രീ ചേച്ചി ഭാഗ്യനെ കുറ്റം പറയാന്ന്. അങ്ങനെയല്ലടാ, ഇത് ചെയ്തവർ ചെയ്തുകൊണ്ടേയിരിക്കുക, വൃത്തികേടാക്കുന്നവർ വൃത്തികേടാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു മനോഭാവത്തിലെത്തുമ്പോൾ നമുക്ക് സത്യം പറയണമെങ്കിൽ ചില സമയത്ത് ദേഷ്യം വരും. അപ്പോൾ ശ്രീകുട്ടൻ അതൊക്കെ വൃത്തിയാക്കി തന്നു കേട്ടോ. അവിടെ കുറേ കൊപ്രയൊക്കെ നമ്മൾ ഉണക്കാട്ടതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏരിയ. ഇവിടെ ശ്രീകുട്ടൻ്റെ ഒരു സ്റ്റഡി ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രീകുട്ടൻ്റെ 1 വയസ്സ് തൊട്ട്, അതായത് അവൻ ജനിച്ചപ്പോൾ തൊട്ടുള്ള ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വോളിൽ. കുറേയൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ തലൂർ വീട്ടിലായിരിക്കും ഞാൻ എപ്പോഴും എടുക്കുമായിരുന്നു. എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ ഫോട്ടോസുകളൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഫോട്ടോസുകൾ നമ്മൾ യൂട്യൂബിൽ എപ്പോഴും നമ്മളെ കാണുന്ന കാരണം കൊണ്ട് ഫോട്ടോസുകൾ എടുത്ത് വയ്ക്കാനായിട്ട് മറക്കുകയാണ്. പക്ഷേ ശ്രീകുട്ടൻ്റെ 8ാമത്തെ വയസ്സിലത്തെയും 9ാമത്തെ വയസ്സിലത്തെയും ഫോട്ടോസ് പെൻഡിങ് ആണ്. അതും കൂടി അവിടെ ആഡ് ചെയ്യാനുണ്ട്. ഒന്ന് നമ്മൾ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തെ ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് അവിടെ കൊണ്ട് വെക്കണമെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്കൊല്ലത്തോറിന് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കി വന്നപ്പോഴേക്കും പാവം ശ്രീകുട്ടൻ അവിടെയൊക്കെ അടിച്ചു വാരി തുടച്ചൊക്കെ തന്നു. ഈ ഇരിക്കുന്ന പ്ലാന്റ് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് അവിടെ. ഇവിടെ ശ്രീകുട്ടൻ ഇരുന്ന് പഠനമൊന്നും നടത്താറില്ല കേട്ടോ. അടുത്ത കൊല്ലം തൊട്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. തൊട്ട് മുകളിലിരിക്കുന്നതും നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഏരിയ. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിന് നമ്മൾ വുഡൻ്റെ തന്നെ കൈപ്പിടി കൊടുത്തിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടിയിൽ ഒട്ടിച്ചിരിക്കുന്നത് കജാരിയർ ഒരു ടൈലാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ്. മുകളിൽ ഇത്രയ്ക്ക് പരിപാടികൾ ചെയ്യാനുള്ളൂ. ഇതിൻ്റെയും മുകളിൽ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. അവിടെ ഒന്നും അങ്ങനെ വലിയ കാര്യത്തിൽ വൃത്തികേടാവില്ല. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും അധികം എന്താ പറയുക, നമ്മുടെ രാത്രികാലങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയല്ലേ. പിന്നെ ഈ ബെഡ്ഷീറ്റ് ഇതുപോലെ തന്നെ ഭാഗ്യന് എപ്പോഴും ഈ ഇച്ചിങ് വരുന്നതുകൊണ്ട് നമ്മൾ മിക്കതിലും 2 ദിവസം കൂടുമ്പോൾ മാറിയിടാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ളൊരു ടൈൽ കൊടുത്തിട്ടുണ്ട്. അത് വുഡൻ്റെ ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് 6 രീതിയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂമിലും നമ്മൾ മൊത്തം കൊടുത്തിരിക്കുന്നത് ഓമ്രയുടെ തന്നെ ഇക്ക ചെയ്ത് തന്നിട്ടുള്ള തുണിയുടെ കർട്ടനാണ്. നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ തുണിയുടെ കർട്ടനാണ്. ഇക്കാര്യം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സൂപ്പറാണ്. 1 വർഷം കഴിഞ്ഞിട്ടുള്ള റിവ്യൂ അല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ. ഒരു പ്രമോഷനൊന്നുമല്ല കേട്ടോ, ഇക്കയ്ക്ക് നമ്മൾ പ്രമോഷൻ എന്നുള്ള രീതിയിലൊന്നുമല്ല. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ബെഡിന് എപ്പോഴും നമ്മളൊരു കവർ കൊടുത്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ലിക്വിഡോ അതിൽ വീണിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുഞ്ഞുവാവുകളൊക്കെ മൂത്രമൊഴിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റെഡ് കാണുന്നത് ഒരു കവറാണ്. ബെഡിന് മുകളിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കവറാണ് കേട്ടോ. പിന്നെ നമ്മൾ
എപ്പോഴും പില്ലോ കവർ ഇടുമ്പോൾ ആദ്യം തന്നെ പില്ലോയ്ക്ക് വേറൊരു കവർ ഇട്ടിട്ട് രണ്ടാമത്തെ കവർ ഒരെണ്ണം കൂടി ഇടുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കവർ ഊരിയാൽ മതി, മാസത്തിലൊരിക്കലൊക്കെ. ആദ്യത്തെ കവർ മാത്രം ഊരിയാൽ മതി, രണ്ടാമത്തെ കവർ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ എപ്പോഴെങ്കിലും രണ്ടാമത്തെ കവർ ഊരി കഴുകി നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മുടെ കളർ എപ്പോഴും വൈറ്റ് കളറിലല്ലേ പില്ലും ബെഡൊക്കെ വരിക, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ആൻറ്റിക്കായിട്ടുള്ള ഒരു പഴയ രീതിയിലുള്ള ഒരു വുഡിൻ്റെ നല്ല മരത്തിൻ്റെ മേശയും വലിയ കുഷ്യനായിട്ടുള്ള ഒരു കസാരയും എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാൻ മറന്നു. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഒക്കെ ഒരു ആഷ് കളർ തീമിലാണ് കേട്ടോ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ അതോടൊപ്പം തന്നെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രീകുട്ടൻ്റെയും ഭാഗ്യൻ്റെയും ഡ്രസ്സുകളൊക്കെ ആ ഏരിയയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന റൂം. ഞാൻ ഏറ്റവും അധികം സമയം രാത്രികാലങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും. മിക്കത് രാത്രിയാണ് ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും അധികം അലങ്കോലാവുന്ന റൂം തന്നെയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇതുപോലെ തന്നെ സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഡ്രസ്സിങ് സ്പേസ് ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ ബാത്റൂം എന്ന് പറയുന്നത്. 5-6 ബാത്റൂമൊന്നും ഒരു വീട്ടിൽ വേണ്ട കേട്ടോ. നമ്മൾ വീടൊക്കെ പണിയുമ്പോൾ ഒരു ആവശ്യത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കും. 2 ബാത്റൂമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കണുള്ളൂ. എന്തായാലും അതന്നെ അടിച്ചു വരുന്നതോടെ എനിക്ക് എന്തിനു മടിയാണെന്നറിയോ. പിന്നെ നമ്മളൊരു അയൺ ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ജനലുകളെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ വീട്ടിലത്തെ 4 ജനലകളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. മുകളിലത്തെ ജനലയുടെ അടിയിലാണ് ഈ റൂം. അത് നമുക്കിങ്ങനെ ഈ ഒരു ജനല തുറന്ന് ഒന്ന് ഓളിട്ടിട്ടുണ്ടെങ്കിൽ 4 റൂമിലുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ പഴയ തുണികളുണ്ടല്ലോ, ഞാൻ എവിടേക്കെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഞാൻ വീണ്ടും ഇടും, കഴുകാൻ പറ്റാത്തതാണെങ്കിൽ. അപ്പോൾ ഞാൻ അത് ഇടാനായിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ടായില്ല. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യാണ് ഇവിടെ. ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ട്രീ മേടിക്കാൻ പോയപ്പോൾ PVC പൈപ്പ് മേടിക്കാൻ പോയ കടയിൽ നിന്ന് മേടിച്ചതാണ് ഇത് കേട്ടോ. ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിയുന്നത് നമ്മൾ ഡ്രില്ലറെയൊക്കെ ആശ്രയിക്കേണ്ടി വരില്ലേ, ഡ്രില്ലിങ് മെഷീനൊക്കെ. അതൊന്നും വേണ്ട. ഈ പ്ലാസ്റ്റിക്കിൻ്റെ അഡ്ഹസീവ് ആയിട്ടുള്ള ഈ ഹുക്കില്ലേ, അത് നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പോട് കൂടെ ആളവിടെ ഇരുന്നോളൂ കേട്ടോ. ഇതുപോലെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഈറനോടെയുള്ള തോർത്തുമുണ്ടൊക്കെ നമുക്ക് വിരിച്ചിടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, അതുപോലെ ഇതുപോലെ ഒരു ഹോൾഡറൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഉദ്ദേശമായിരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ വള്ളിയും സംഭവങ്ങളൊക്കെ കിടക്കണം. എന്താ അതും ഇതുപോലെ തന്നെ നമ്മളൊരു ഹുക്ക് വെച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ അന്വേഷിച്ചാൽ നോക്കിയാൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മറവിയുള്ളവർ, എൻ്റെ പോലെ മറവിയുള്ളവർ ഇതുപോലെയൊക്കെ സെറ്റപ്പ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. കളർഫുൾ ബെഡ്ഷീറ്റ് ആയിരിക്കും ഈ റൂമിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. കാരണം ഞാൻ കുറച്ച് കളർഫുള്ളിൻ്റെ ആളാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ബെഡ് നമ്മൾ വേക്ക് ഫീറ്റിൻ്റെ 8 ഇഞ്ചിൻ്റെ ബെഡാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഇതുപോലെ അടിയിൽ പ്ലാസ്റ്റിക് ആണത്, ഉള്ളിൽ പ്ലാസ്റ്റിക്, മുകളിൽ ഒരു വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കവറാണ്. ആ കവർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ട് വൃത്തികേടാവില്ല. ഇത് മീഷോന്ന് മേടിച്ചതാണ്. പക്ഷേ ഇത് എത്താപ്പത്തിയായി, അങ്ങടും ഇല്ലാത്ത രീതിയിലായി. പിന്നെ വലിച്ചു പിടിച്ച് ഞാനും ശ്രീകുട്ടനും കഠിനമായ പരിശ്രമത്തിലൂടെ ഏകദേശം അവനെ ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മേക്കപ്പിന് വരുന്ന ഒരുവിധം സംഭവങ്ങൾ മേക്കപ്പ് ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ ആണ് എല്ലാം ഉണ്ടാക്കുക, എല്ലാം സെറ്റാക്കി വെക്കുന്നത്. ഇവിടെ നിന്നാണ് പല വ്ളോഗിൻ്റെയും ഇതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് പറയുന്നത് നമ്മൾ ഇവിടെ നിന്നല്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കാനുണ്ടായിരുന്നു. അവിടെ നമുക്ക് 2 ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അടിയിൽ കാണുന്നത് എൻ്റെ നെയിൽ പോളിഷിൻ്റെ ഒരു സ്റ്റാൻഡാണ്. നെയിൽ പോളിഷ് ഞാൻ ഒബ്സസ്ഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത്രയാണ് ഈ റൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ റൂമിൻ്റെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞില്ല. ഇനി മൊത്തത്തിലൊന്ന് ഈ റൂമിനെ കാണാം. Jingle bells, jingle bells, jingle all the way. Hey, jingle bells, jingle bells, jingle bells, jingle all the way. ശ്രീകുട്ടൻ സെലിബ്രേഷനുള്ള വിശേഷങ്ങളൊക്കെ പറയായിരുന്നു, ഡാൻസ് കളിച്ച് കാണിച്ചു തരുമായിരുന്നു. നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് ഞാൻ ക്ലീനിങ് ആയിട്ട് കളഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഒരുമിച്ചിരുന്ന് അന്നത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യലും ഞാൻ എന്ത് ചെയ്തു, ഭാഗ്യന് എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറയലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള നമ്മുടെ റൂം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹാളിലേക്ക് പോകാം കേട്ടോ. ഹാൾ എന്ന് പറയുന്നത് ഇതിരി അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ്. ഞാൻ എന്നും പറയാറില്ലേ, താഴത്തെ ഭാഗം മാത്രമാണ് നമ്മളെന്നും വൃത്തിയാക്കി ഇടാറുള്ളത്, മുകളിലേക്ക് പോകാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രീകുട്ടൻ്റെ പഠിക്കാനുള്ള ഒരു ഏരിയയാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ ആ നെറ്റിപ്പട്ടത്തിൻ്റെ അടുത്ത് കാണുന്നത്. അവിടെ ഇരുന്നിട്ടാണ് ശ്രീകുട്ടൻ പഠനം കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇനി വൃത്തിയാക്കി തുടങ്ങിയാലോ. ശ്രീകുട്ടൻ്റെ കച്ചി ഉണ്ടായിരുന്നു കളരിക്ക് പോയതിൻ്റെ. ഇത് മറ്റേ നാഗവല്ലി ഡാൻസ് കളിക്കാൻ പോണ അവസ്ഥയാണ്. ഓരോ സ്ഥലം ഓരോ സൈഡിലൊക്കെ തൂക്കിയിടലും അവിടെ ഇടലൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ താടകയാവും അറിയാണ്ട്. എടുത്തുകൊണ്ട് വെക്കടാന്നും പറഞ്ഞ് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് ശ്രീകുട്ടൻ അലക്കാളടത്തേക്കും ഒക്കെ ആക്കാണ്. ഇവിടെ നമുക്ക് ഒരു ടി വി ഉണ്ട്. ആ ടി വി വർക്ക് ചെയ്യില്ല. ശ്രീകുട്ടൻ അതിൻ്റെ എന്താണ്ട് എടുത്ത് കളഞ്ഞ് അതിപ്പോൾ വർക്ക് ചെയ്യാണ്ടായി. അതിൻ്റെ നേരെ മുന്നിൽ നമ്മൾ ചെറിയൊരു സോഫ ഇട്ടിട്ടുണ്ട്. അതാണ് ആ നീല കളറിൽ കാണുന്ന ഏരിയ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരു നമ്മുടെ മൾട്ടിവുഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഇത്. നമ്മുടെ കോണിയുടെ അടിയിലാണ്. ഇവിടെയാണ് നമ്മൾ കൂടുതലും ഇരിക്കാറും. അതുപോലെ തന്നെ ഡൈനിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാരോടൊപ്പം നമ്മൾ വർത്തമാനം പറയാൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണിത്. ഇങ്ങനെ ഒരു സ്പേസ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഒന്നും സ്റ്റോർ ചെയ്യാനില്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ചെറിയൊരു പ്ലൈവുഡിൻ്റെ ഒരു സംഭവം കണ്ട, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇൻവെർട്ടർ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ സെറ്റപ്പ്. പിന്നെ അപ്പുറത്തെ വശത്ത് നമ്മൾ ചെറിയൊരു ഗ്രീനറി ഒക്കെ വരച്ചിട്ടുണ്ട്, നെറ്റിപ്പട്ടം ഇട്ടിട്ടുണ്ട്. പിന്നെ ഡബിൾ ഹൈറ്റഡ് ആണ് നമ്മുടെ വീട്. അത് കാരണം കൊണ്ട് മുകളിലത്തെ നില ഫുള്ളും എന്താ പറയുക, നമ്മുടെ ഇതാണ് ജനലകളാണ്. എനിക്ക് തോന്നുന്നു ഒരു 1 2 3 4 4 5 6 7 7 അത്രയും പാളി ജനലകളുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ചില്ലിട്ട് റെഡിയാക്കി കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെളിച്ചമൊക്കെ വരും. അപ്പോൾ പിന്നെ നേരെ കാണുന്നത് ആ സ്വസ്തിയുടെ ചിഹ്നമൊക്കെ ഉള്ളത് നമ്മുടെ പൂജാ റൂമാണ്. പൂജാ റൂമിലേക്ക് ഞാൻ കിടക്കണില്ല, എനിക്ക് പറ്റില്ലല്ലോ കിടക്കാൻ. അത് ഭാഗ്യന് ശ്രീകുട്ടന് വൃത്തിയാക്കിയിടും. ഡൈനിങ് ടേബിളും ഒന്നുമില്ലാതെ ഡൈനിങ് ടേബിൾ ക്ലിയർ ആയിട്ട് കാണാനാണ് ആഗ്രഹം. അത് കാരണം കൊണ്ട് അവിടെ ഒരു ആൻറ്റിക്കുട്ടിയുടെ ഒരു കുപ്പി ഉണ്ടല്ലോ, അത് മേടിച്ച് വെച്ചു. അതിൽ നമ്മുടെ മണി പ്ലാന്റ് 2 പൊട്ടിച്ച് വെച്ചു. ഇതിങ്ങനെ കിടന്ന് പ്രകാശിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സും ഇതുപോലെ പ്രകാശിക്കുന്നു മക്കളെ. ഇതാണടാ നമ്മുടെ ഹാളിലത്തെ ക്ലീനിങ് എന്ന് പറയുന്നത്. എനിക്ക് ഡീറ്റെയിൽഡായിട്ട് വീടൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ആ ഹാളിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ വാഷിംഗ് ഏരിയ ആണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒരു സിങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കണ്ണാടിയും കൊടുത്തിട്ടുണ്ട്. കണ്ണാടിയുമ്പോൾ നമ്മൾ അക്രിലിക്കിൻ്റെ വർക്കും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത്. കിച്ചൺ, ചിമ്മിനി, മെയിൻ കിച്ചൺ. അതായത് നമ്മൾ പണിയെടുക്കാത്ത കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പണിയെടുത്താലും എടുത്തില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വേണ്ട പണി നമുക്കുണ്ടാവും വൃത്തിയാക്കാനായിട്ട്. കാരണം 2 കിച്ചണിലും മാറി മാറി ഷൂട്ടിൻ്റെ ഭാഗമായിട്ടും അല്ലാത്തതൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. കിച്ചനെ കുറിച്ച് വലിയ വിവരണമൊന്നും ഞാൻ തരേണ്ട ആവശ്യമുണ്ടാവില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കിച്ചൺ ആയിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് ഓവൻ വെക്കാനായിട്ടുള്ളതും സ്റ്റോറേജ് സ്പേസ്, അതുപോലെ തന്നെ നമ്മുടെ അക്വ പ്യൂരിഫയറും ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നാനോവൈറ്റ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നാനോവൈറ്റ് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണോ ശ്രീന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഇന്നേ വരെ എനിക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ലടാ. നല്ല ക്ലീൻ ആയിട്ടാണ് കിടക്കുക. മഞ്ഞളാവട്ടെ, മല്ലിപ്പൊടി, കറകളൊക്കെ ആവട്ടെ, നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ലിക്വിഡ് ഇട്ടിട്ട് കഴുകിയ അടിപൊളിയാവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ബുദ്ധനെ കുറിച്ച് കുറേ ചേച്ചിമാർ ചോദിച്ചായിരുന്നു എവിടുന്ന് മേടിച്ച ശ്രീന്ന്. അതെനിക്ക് എൻ്റെ ഒരു ചേച്ചി, കസിൻ ചേച്ചി നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ് സമയത്ത് പ്രസൻറ്റ് ചെയ്തതാണ് കേട്ടോ. അത് മണ്ണുത്തികൾ ഒരുപാട് കടകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗോൾഡൻ പാത്തോസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡള്ളായി. അപ്പോൾ ഞാൻ അവനെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ പ്ലാന്റുകൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ പ്ലാസ്റ്റിക് ആണോ ശ്രീന്ന് ചോദിക്കാറുണ്ട്. അല്ല, ദേ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരുന്നു. ഇതൊക്കെ നമ്മുടെ സാധാരണ മണി പ്ലാന്റുകളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്, ഇതാണ് മദർ പ്ലാന്റ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് എല്ലായിടത്തേക്കും ഞാൻ സ്പ്രെഡ് ചെയ്ത് നോക്കുന്നത്. നമ്മുടെ വീടിൻ്റെ കുറേ ഏരിയകളിൽ ഞാൻ ഇവനെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ എല്ലാ ഏരിയയും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുമില്ല. അത്ര സേഫ് അല്ലാത്ത കാരണം കൊണ്ടാണ് എവിടെയാണ് ഓപ്പണിങ് കാര്യങ്ങളൊന്നും കാണിക്കാത്തത് കേട്ടോ. അല്ലെങ്കിൽ തന്നെ ചേച്ചിമാർ എന്നെ ചീത്ത പറയുന്നുണ്ട്, ഈ പെണ്ണ് ആവശ്യമില്ലാത്ത പുലിവാളുകളൊക്കെ വരുത്തി വയ്ക്കുന്നു പറഞ്ഞിട്ട്. പക്ഷേ നമ്മളിവിടെ സേഫാണ്, നമ്മളിവിടെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ നടുവിലായിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഗ്ലന്നിൻ്റെയാണ് കേട്ടോ നമ്മുടെ ഈ ഹോബ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഗ്ലന്നിൻ്റെ തന്നെയാണ് ചിമ്മിനി വെച്ചിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇത്ര ദിവസമായിട്ട് അതിനൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഒരു വട്ടം ഒരു അടുപ്പ് കത്താണ്ടായപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ചേട്ടന്മാർ വന്നു. അതെന്തോ പൊടി കയറിയിട്ടായിരുന്നു എന്ന് പറഞ്ഞ് അത് ശരിയാക്കി തന്നു. നമ്മൾ അടുക്കളയിലും ഇതുപോലെ തന്നെ കർട്ടൻ വെച്ചിട്ടുണ്ട്. ആ കർട്ടൻ ഭയങ്കര നൈസാണ് കേട്ടോ. ആഷും വൈറ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ തീം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഓപ്പൺ ആക്കിയിട്ടത്. അല്ലാതെ അത് വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യാനുള്ള ആവശ്യം വരാറില്ല. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇത് അടച്ചിട്ടിട്ടാണ് പോകാറുള്ളത് കേട്ടോ. ഇത് നല്ല സേഫാണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇങ്ങനെ പണ്ടത്തെ ജനലകളുടെ പോലെ ഒരു സൈഡിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇങ്ങനെയൊക്കെ വരും. ഇപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചൺ എന്നും വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ വേറെ എവിടെ വൃത്തിയാക്കിയില്ലെങ്കിലും ഇത് നമ്മൾ വൃത്തിയാക്കിയിടും. അല്ലെങ്കിൽ കാലത്ത് എണീക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു സ്വഭാവം എനിക്ക് പുറത്തേക്ക് വരാറുണ്ടോ. ഞാൻ തന്നെയാണ് വൃത്തിയാക്കിയിടുന്നത് മാത്രം. ഇവിടെ നമുക്ക് ടോസ്റ്ററും ഉണ്ട്,
അതുപോലെ തന്നെ നമ്മുടെ മിക്സി ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഭംഗിയിൽ നമ്മൾ ഇടാറുണ്ട്. പിറ്റേ ദിവസം കാലത്ത് എനിക്ക് വന്ന് നോക്കുമ്പോൾ നമുക്ക് കിച്ചൺ ഭയങ്കര ന്യൂ ആയിട്ട് ഫീൽ ചെയ്യണം. അപ്പുറത്താണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ, കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ വലിയൊരു ഇതുപോലെ ഒരു വലിയ റാക്ക് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അവിടെ നിന്നിട്ടാണ് ഞാൻ മിക്കതും കഥകളൊക്കെ കേൾക്കാറുള്ളത്. ഇതുപോലെ ആദ്യമേ ദൃഢപ്രതിജ്ഞ ചെയ്യുക. എന്തു വന്നാലും എന്ത് സംഭവിച്ചാലും ലക്ഷ്യം കാണും വരെ കഠിനമായ പരിശ്രമം തുടരുമെന്ന് തീരുമാനിക്കുക. ലക്ഷ്യം സെറ്റ് ചെയ്ത് വലിയ തടസ്സങ്ങൾ വരും മുൻപേ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിംഗ് ഏരിയ. അപ്പോൾ നാളെ കാലത്തേക്കുള്ള ചോറും വെള്ളവും സാധനങ്ങളൊക്കെ അടുപ്പിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ചിലപ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ട പണിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മണി പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പൈപ്പിൽ ചൂടുവെള്ളം വരും, അതുപോലെ തന്നെ നമുക്ക് പച്ചവെള്ളം വരും. ചൂടുവെള്ളം നമുക്ക് ലൂക്കറിൻ്റെ സോളാറിൻ്റെ ഒരു വാട്ടർ ഹീറ്റർ നമ്മുടെ വീട്ടിലുണ്ട് ഏറ്റവും മുകളിൽ. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കുളിക്കാനുള്ളതായാലും അതുപോലെ തന്നെ ഈ കിച്ചണിലേക്കുള്ളതായാലും ഒരുപാട് ചൂടുവെള്ളമൊന്നും വരില്ല, കുളിക്കുന്നിടത്തേക്ക് വരും. ഇവിടേക്ക് കുറച്ച് അധികം ദൂരമുള്ള കാരണം കൊണ്ട് അത്ര വലിയ ചൂടുവെള്ളം അങ്ങനെ വരാറില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് ചൂടിനുള്ള വെള്ളമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഒരു കിച്ചണിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാ പണികളും കഴിച്ച് കിച്ചൺ ക്ലീനായിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തെ പണികളൊക്കെ കഴിച്ച് ക്ലീനാക്കി ഇട്ട് പിന്നെ കാലത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങാനൊരു ഹാപ്പി മൂഡിലായിരിക്കും. ഇവിടെയാണ് ഒരു ഗ്ലാസിൻ്റെ 2 റാക്ക് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി സംഭവങ്ങളൊക്കെ വയ്ക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ ആകെ വൃത്തികേടായിട്ടിരിക്കുകയാണ്. അതും ഞാനൊന്ന് വൃത്തിക്കുക. എന്തായാലും ക്രിസ്മസ് അല്ലേ, എന്തായാലും നമ്മൾ തുനിഞ്ഞിറങ്ങിയതല്ലേ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ വൃത്തിക്കും വെടുപ്പിനും ചെയ്യാമെന്ന് നമ്മുടെ കാരണന്മാർ പറയാറില്ലേ. അത് കാരണം കൊണ്ടാണ് ഇവിടെ വൃത്തിയാക്കിയത്. ഇവിടെ നമുക്ക് 3 പാളി ജനലാണ് ഉള്ളത് കേട്ടോ. അതിലുള്ള എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നുന്നത് ഇവിടുത്തെ ജനലുകൾ ഇങ്ങനെ കള്ളിയാണ്, ഇങ്ങനെ നീളനായിരുന്നു വേണ്ടിയിരുന്നതെന്ന് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ടൈലും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ടൈലിനോട് ഇഷ്ടമില്ലാണ്ടായത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കിച്ചണിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പാതിരാത്രി പുറത്തിറങ്ങി നടക്കാണോടി എന്ന് ചോദിച്ച് വഴക്ക് പറയും തന്നെ. കുഴപ്പമില്ല കേട്ടോ, സേഫാണ്. ആ വശത്തൊന്നും ആരും ഇല്ലാത്ത കാരണം പിന്നെ മനുഷ്യന്മാരൊന്നും വരുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലക്കിയില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. ലക്കി പക്ഷേ ഇപ്പോൾ പോയി വീട്ടിൽ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ഇവർ രണ്ടുപേരെ ഞാനിവിടെ ഉറങ്ങാത്ത കാരണം ഇവരുടെ വിചാരം രാത്രി ആയിട്ടില്ല എന്നാണ്. ഇവരാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അറിയത്ത് കിടന്നുറങ്ങുന്ന ആൾക്കാർ, മണിയുടെ മോളും. അപ്പോൾ എല്ലാം നമ്മൾ സിനിമകളാണ് കൊണ്ടിടുക. ചില ദിവസങ്ങളിൽ ഞാൻ തുണി ഉണക്കണത് പോലും അവിടെയാണ്. ശ്രീകുട്ടൻ്റെ കളരിക്ക് വന്ന കച്ച പോലും അത് നീണ്ടു നീർന്ന് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ അവിടെ വൃത്തിയാക്കി ഇപ്പോൾ വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഉള്ള ഒരു ഏരിയ കേട്ടോ. ഇവിടെ നമ്മൾ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. കിച്ചണിൽ വെള്ളമൊക്കെ പോണ കാരണം കൊണ്ട് കുറച്ചൊരു ഗ്രിപ്പുള്ള ഒരു തരം കജാരിയാര ടൈലാണ് കേട്ടോ. 2x2 അവിടുത്തെ ടൈല് വരുന്നതെന്ന് തോന്നുന്നു. നമ്മൾ അപ്പോക്സി ചെയ്തിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഇതുപോലൊരു എൻ്റെ എന്താ പറയുക ചവിട്ടിയുടെ കോലൊന്നും നോക്കണ്ട, അതൊക്കെ മാറ്റേണ്ട സമയമായി. അപ്പോൾ അവിടെ നമ്മൾ ചേട്ടന്മാരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏരിയ ആണ് കേട്ടോ. ഇവിടെ നാളത്തേക്കുള്ള പണി വീണ്ടും കുന്നുകൂടി ആ ബക്കറ്റിൽ കിടക്കുന്നുണ്ട് എന്നുള്ള പണികളാണിത്. ചെയ്യുമ്പോൾ മടുപ്പ് തോന്നണില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും എല്ലാ അമ്മമാരും ജോലിക്ക് പോകുന്നവരാവട്ടെ പോവാത്തവരാവട്ടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ആസ് യൂഷ്വൽ ടൗണിലൊക്കെ ആകുമ്പോൾ ഫുഡ് ഉണ്ടാക്കണ പണി ഒഴിവാക്കിയിട്ട് നമുക്ക് സ്വിഗ്ഗി വഴിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വഴിയോ കഴിക്കാം എന്നല്ലാതെ വീട് വൃത്തിയാക്കൽ നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ടൗണിലൊക്കെ വീട്ടിൽ ജോലിക്ക് ആൾക്കാർക്ക് നമ്മൾ പെർ ഡേ 200-300 രൂപയൊക്കെ കൊടുത്താൽ മതി. കാരണം അവർ ഒരു ദിവസം തന്നെ 3-4 വീടൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വരും. ഫ്ലാറ്റൊക്കെ ആകുമ്പോൾ എളുപ്പമാണ് കേട്ടോ. വീട് ഒക്കെ ആകുമ്പോഴാണ് ഇതുപോലെ നമുക്ക് മുറ്റുണ്ടാവും, കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും വീടിന്. വീട് വെച്ചത് ഇത്രയ്ക്ക് സൗകര്യത്തിൽ വീട് വെച്ചത് ബുദ്ധിമുട്ടുണ്ടോ ശ്രീ എന്ന് ചോദിക്കാറുണ്ട്. ഇത് ഭാഗ്യൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. നമുക്ക് വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴും ഒരു ബുദ്ധിമുട്ടോ സ്പേസ് ഇല്ലാത്ത ബുദ്ധിമുട്ടോ ഒന്നും തോന്നില്ല. കാരണം നമ്മൾ ആ ബുദ്ധിമുട്ടിൽ കൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരായ കാരണം കൊണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലക്ഷറിയാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഭാഗ്യനെ തല്ലി ഓടിപ്പിച്ച് പോയി കിടന്നുറങ്ങടാന്ന് പറഞ്ഞ് ഉറങ്ങാൻ വിട്ടു. ആ ലൈറ്റ് പോലും ഓഫാക്കാണ്ടാണ് വന്നത് കള്ളൻ. അങ്ങനെ കുളി കഴിഞ്ഞ് ഭാഗ്യൻ്റെ റൂമിലാക്കി നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. ഒരു കുപ്പി വെള്ളമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ
യാത്ര അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലീനിങ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. കുറേ ടിപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്ത വീഡിയോയിൽ കാണാം. സേഫായിട്ടിരിക്കുക. ക്രിസ്മസ് ഒക്കെ എങ്ങനെ അടിച്ച് പൊളിച്ചു എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പോരട്ടെ. ഏറ്റവും അവസാനം നാളത്തേക്കുള്ള കാര്യങ്ങൾ കൂടി എഴുതി വെച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. എല്ലാം ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണടാ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അടുത്ത വീഡിയോ? അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.